Okay, welcome back to Richu and PSK Tele Classes. Last class in the speed and velocity. ഇപ്പോൾ നമ്മൾ ഒരു വാഹനത്തിൻ്റെ എന്തെങ്കിലും ആട്ടെ ഒരു വസ്തുവിൻ്റെ സ്പീഡ് പറയുന്നത് നമ്മൾ സ്പീഡ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ അത് ഇൻ 1 സെക്കൻഡ് ഒരു സെക്കൻഡിൽ ഇൻ 1 സെക്കൻഡ് അത് 10 മീറ്റർ ട്രാവൽ ചെയ്യും അല്ലേ, 10 മീറ്റർ ട്രാവൽ ചെയ്യും. അപ്പോൾ ഈ ന്യൂമറേറ്ററിലുള്ള 10 മീറ്റർ എന്താണ്? 10 മീറ്റർ, ഈ 10 മീറ്റർ എന്ന് പറയുന്നത് 1 സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിക്കും. അപ്പോൾ ഈ 10 മീറ്റർ ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ്. അപ്പോൾ 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വസ്തു ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് സ്പീഡ്. അപ്പോൾ സ്പീഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡാണ്. 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. പിന്നെ നമ്മൾ വെലോസിറ്റി എഴുതുന്നു. വെലോസിറ്റിയും ഇതുപോലെ തന്നെയാണ് പറയുക. നമ്മൾ വെലോസിറ്റി ഈക്വൽ ടു ഒരു 6 മീറ്റർ പെർ സെക്കൻഡ് പറയുന്നു. വെലോസിറ്റി ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ് പറയുന്നു. അപ്പോൾ 1 സെക്കൻഡിൽ ഇൻ 1 സെക്കൻഡ് 6 മീറ്റർ, ഇൻ 1 സെക്കൻഡ് 6 മീറ്റർ. ഇപ്പോൾ ഇവിടെയുള്ള 6 മീറ്റർ ആരാണ്? 6 മീറ്റർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതാണ് ഡിഫറൻസ്. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി ഇൻ 1 സെക്കൻഡ് ആണ്. 1 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇത് 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ സോ സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി ഇൻ 1 സെക്കൻഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി ഇൻ 1 സെക്കൻഡ്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ വെലോസിറ്റി ഈസ് എ വെക്റ്റർ. വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ, 6 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡും വേണം ഡയറക്ഷനും വേണം, പറയാം അവിടെ കട്ടെ. സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഇൻ 1 സെക്കൻഡ് ആണ് അല്ലേ. 1 സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം ഡിസ്റ്റൻസ് സ്കേലാർ ആണ്. സോ സ്പീഡ് ഓൾസോ സ്കേലാർ. അപ്പോൾ സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി നമ്മൾ സ്പീഡ് കാണേണ്ട ഇക്വേഷൻ എന്താണ്? സ്പീഡ് നിങ്ങൾ ലോവർ ക്ലാസ് പഠിച്ച സാധനങ്ങളാണല്ലോ. സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈം. വെലോസിറ്റിയോ? വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഒന്ന് ഡിസ്റ്റൻസ് ബൈ ടൈം, ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഇനി രണ്ടിൻ്റെ യൂണിറ്റ് നോക്കൂ. ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ഇതിൻ്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ്. SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെ, ഇനി ഡയമെൻഷണൽ ഫോമുലയോ? സ്പീഡിൻ്റെ വെലോസിറ്റി രണ്ടിൻ്റെ ഡയമെൻഷണൽ ഫോമുല പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ മീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ്, L. സെക്കൻഡ് ഇത് ടൈമാണ്. അപ്പോൾ L/T, T മോളിപ്പോൾ T⁻⁻1. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ ഫോമുല LT⁻⁻1. രണ്ടിൻ്റെ അതുപോലെ തന്നെ വരും. LT⁻⁻1 ആയിരിക്കും ഡയമെൻഷണൽ ഫോമുല. ഇങ്ങനെ എഴുതാം M0 L1 T⁻⁻1. ഇതൊക്കെ നിങ്ങൾ പഠിച്ചായിരിക്കുമല്ലോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ചാപ്റ്ററിൽ. ഇതായിരിക്കും സ്പീഡിൻ്റെയും വെലോസിറ്റീൻ്റെയും ഡയമെൻഷണൽ ഫോമുല അല്ലേ. ഇനി ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, സ്പീഡ് സ്കേലാറാണ്, വെലോസിറ്റി വെക്റ്ററാണ്. വെക്റ്റർ ക്വാണ്ടിറ്റീൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം നമ്മൾ പറഞ്ഞു. അതായത് ഇപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ ഇതൊരു വാളാന്നിരിക്കും, വാൾ. ഇതിൻ്റെ മുകളിൽ ഒരു ഒബ്ജക്റ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു, ഇതിൻ്റെ മുകളിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നു, ഇതവിടെ വന്ന് ഇടിച്ചു. അതിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് വന്ന് ഇടിച്ചത്. വെലോസിറ്റിയാണിത്, 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് ഇടിച്ചത്. എന്നിട്ട് നിങ്ങൾ വിചാരിക്കൂ, ഇതേ വെലോസിറ്റിയിൽ അത് റീബൗണ്ട് ചെയ്തു, തിരിച്ചു വരുമ്പോൾ ഇതേ വെലോസിറ്റിയിലാണ് റീബൗണ്ട് ചെയ്യുന്നത്.
10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി തന്നെ അത് റീബൗണ്ട് ചെയ്തു തിരിച്ചു വന്നു എന്ന് വിചാരിക്കും. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് വെലോസിറ്റീനെ കുറിച്ചാണ്. വെലോസിറ്റി വെക്റ്ററാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിലൊരു കാര്യം പറഞ്ഞു. 1 ഡയമെൻഷണൽ മോഷനിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ വെക്റ്റർ ക്വാണ്ടിറ്റീൻ്റെ ഡയറക്ഷൻ മാറി. ആദ്യം ഇത് പോയത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് പോയത്. ഇപ്പോൾ ഇത് പ്ലസ് എടുക്കണം. ഇപ്പോൾ അത് തിരിച്ചു വരികയാണ്, നെഗറ്റീവ് എക്സ് ആക്സിലേക്കാണ് വരുന്നത്. നെഗറ്റീവ് എക്സ് ആക്സിൽ റീബൗണ്ട് ചെയ്ത് തിരിച്ചു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നേരെ റിവേഴ്സായി. ഡയറക്ഷൻ റിവേഴ്സായി എന്ന് കാണിക്കാൻ നമ്മളൊരു കാര്യം പറഞ്ഞതിന് മൈനസ് കൊടുക്കണം. ഈ മൈനസിന് ഒരു മീനിങ്ങേ ഉള്ളൂ, ദ ഡയറക്ഷൻ ഈസ് റിവേഴ്സ്ഡ്. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിൽ, പോസിറ്റീവ് എക്സ് ആക്സിസ് ഡയറക്ഷനിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി നെഗറ്റീവും കൊടുക്കുക. ഇങ്ങനെ കൊടുക്കണം വെക്റ്റർ ക്വാണ്ടിറ്റീനെ. ഡയറക്ഷൻ റിവേഴ്സ് ആകുമ്പോൾ അപ്പോൾ ഈ നെഗറ്റീവിൻ്റെ അർത്ഥം ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് റിവേഴ്സ്ഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുക്കണം വെക്റ്റർ ക്വാണ്ടിറ്റീനെ. ഇപ്പം നമ്മൾ സ്പീഡ് പറയുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. സ്പീഡ് എന്ന് വെച്ചാൽ ഓൺലി മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ ഡയറക്ഷൻ മാറിയെന്ന് കാണിക്കാൻ നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ സ്പീഡ് പറയുകയാണെങ്കിൽ അങ്ങോട്ട് പോയ സ്പീഡ് 10 പറയാം, ഇങ്ങോട്ട് തിരിച്ചു വന്ന സ്പീഡും 10 പറയാം. സ്പീഡ് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി, മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഡയറക്ഷൻ മാറി എന്ന് കാണിക്കാൻ, ഡയറക്ഷൻ നേരെ റിവേഴ്സായി എന്ന് കാണിക്കാൻ വേണ്ടി ഒരു മൈനസ് ഇടണം. അത് നിങ്ങൾ അടുത്ത ചാപ്റ്റർ, നെക്സ്റ്റ് ചാപ്റ്ററിൽ വെക്റ്റർ ക്വാണ്ടിറ്റീനെ പറ്റി പഠിക്കുന്നില്ല. വെക്റ്റർ ക്വാണ്ടിറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇപ്പം നമ്മൾ മനസ്സിലാക്കൂ, ഇൻ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീൻ്റെ വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റീൻ്റെ ഡയറക്ഷൻ നേരെ റിവേഴ്സ് ആകുന്ന സമയത്ത് ഡയറക്ഷൻ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിലേക്കുള്ളത് പോസിറ്റീവായിട്ടും നെഗറ്റീവ് ഡയറക്ഷനിലേക്കുള്ളത് നെഗറ്റീവായിട്ടും കാണിക്കുക. നെഗറ്റീവിൻ്റെ മീനിങ് ദ ഡയറക്ഷൻ ഈസ് റിവേഴ്സ്ഡ് എന്നാണ്. ഓക്കെ, ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ നെഗറ്റീവ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പീഡ് കാണേണ്ട ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി കാണേണ്ട ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. നെക്സ്റ്റ് നോക്കൂ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഡ്. യൂണിഫോം സ്പീഡ്. നെക്സ്റ്റ് വേരിയബിൾ സ്പീഡ്, ആവറേജ് സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് പറയുന്നത് യൂണിഫോം സ്പീഡാണ് അല്ലേ. യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ സ്പീഡ് യൂണിഫോം ആയിരിക്കും. യൂണിഫോം ആവുക മീൻസ് സെയിം ആവുക, കോൺസ്റ്റൻ്റ് ആവുക, എല്ലായ്പ്പോഴും ഒരുപോലെ ആവുക. അങ്ങനെ ആവണം സ്പീഡ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാണ്. ഇത് 2 മീറ്റർ സഞ്ചരിച്ചു. സ്പീഡല്ലേ. സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയോ ആവാലോ. 2 മീറ്റർ സഞ്ചരിച്ചു ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ 2 മീറ്റർ സഞ്ചരിച്ചു. പിന്നെയും 1 സെക്കൻഡിൽ 2 മീറ്റർ സഞ്ചരിച്ചു. പിന്നെയും 1 സെക്കൻഡിൽ 2 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഓരോ 1 സെക്കൻഡ്, അപ്പോൾ ഈ ടൈം ഇൻ്റർവെൽ നോക്കൂ, ടൈം ഇൻ്റർവെൽ എല്ലാം 1 സെക്കൻഡാണ്. അപ്പോൾ ഈക്വൽ ടൈം ഇൻ്റർവെൽ അല്ലേ. ഓരോ 1 സെക്കൻഡിലും 2 മീറ്റർ വെച്ച് ഇങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ്. അപ്പോൾ ഇൻ ഈക്വൽ ടൈം ഇൻ്റർവെൽ ഇറ്റ് ട്രാവൽസ് 2 മീറ്റർ. ഇത് ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഈക്വൽ ഡിസ്റ്റൻസ് എല്ലാം 2 മീറ്റർ ആണ്. അപ്പോൾ ഇൻ ഈക്വൽ ടൈം ഇറ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ്. അങ്ങനെ പോവുകയാണ്, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് സ്പീഡ് കണ്ടു നോക്കൂ. സ്പീഡ് എന്ന് വെച്ചാൽ എന്നാ, ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ടു ടൈം 1, 2/1 2 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെയും ഡിസ്റ്റൻസ് ബൈ ടൈം ഡിവൈഡ് ചെയ്യുക, 2 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെയും 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എല്ലാം 2 ആണ് അല്ലേ. അപ്പോൾ എല്ലാം 2 എന്ന് പറയുമ്പോൾ ഇത് സെയിം ആണ്, കോൺസ്റ്റൻ്റ് ആണ്. സ്പീഡ് സെയിം ആണ് മീൻസ് യൂണിഫോം ആണ്. അപ്പോൾ സ്പീഡ് ഈസ് യൂണിഫോം, എല്ലാം ഒരുപോലെയാണ്. ഇപ്പോൾ സ്പീഡ് ഓഫ് യൂണിഫോം ആകും ഒരു ഒബ്ജക്റ്റിൻ്റെ ഇഫ് ഇറ്റ് ട്രാവൽസ്. എങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ്. ഇതൊക്കെ ഈക്വൽ ഡിസ്റ്റൻസുകളല്ലേ, ഡിസ്റ്റൻസുകളാണ് ഇതൊക്കെ. ഇഫ് ഇറ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ടൈമിൽ
ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുക. ഇഫ് ഇറ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൽ മെയിനായിട്ട് പറയേണ്ട ഒരു പോയിൻ്റ്, 1 സെക്കൻഡിൽ 2 മീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം ഈക്വൽ ടൈമിൽ, ഓരോ ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നിങ്ങൾ ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയാലോ? അപ്പോഴും കിട്ടണം. ഇതുപോലത്തെ കുറേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ ഇവിടെ ഒരു ടൈം ഉണ്ടാവും അല്ലേ? ഈ ചെറിയ ടൈമിൽ ഈ ഡിസ്റ്റൻസ്, അതേപോലത്തെ ടൈമിൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു ടൈം എടുക്കുക, അതിലുള്ള ഡിസ്റ്റൻസ്, പിന്നെ ടൈം എടുക്കുക, ഡിസ്റ്റൻസ്, ടൈം എടുക്കുക, ഡിസ്റ്റൻസ്. അങ്ങനെ ഓരോ ചെറിയ ചെറിയ ഇൻസ്റ്റൻറ്റിലും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലാണ്ട് മൊത്തം ഒരു 1 സെക്കൻഡിൽ 2 മീറ്റർ അങ്ങനെ ആയിപ്പോരാ. അപ്പോൾ ഓരോ ചെറിയ ഇൻ്റർവെല്ലിലും അങ്ങനെ തന്നെ ആയിരിക്കണം. ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ്, ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ്. ഓക്കെ. അപ്പോൾ ഓരോ സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈമിലും, ഓരോ ചെറിയ ഇൻ്റർവെൽ ഓഫ് ടൈമിലും അത് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? ഇഫ് ഇറ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഹൗവർ ദ സ്മോൾ ഇൻ്റർവെൽ ഇറ്റ് മേ ബി, ദ സ്മോൾ ഇൻ്റർവെൽ ഇറ്റ് മേ ബി എന്ന് വെച്ചാൽ ഓരോ സ്മോൾ ഇൻ്റർവെല്ലിലും, ഓരോ ചെറിയ ചെറിയ ടൈമിലും, ഓരോ ചെറിയ ചെറിയ ഈക്വൽ ടൈമിലും അത് ഈക്വൽ ഡിസ്റ്റൻസ് ഇങ്ങനെ ട്രാവൽ ചെയ്യണം. അപ്പോൾ ഓരോ സ്മോൾ ഇൻ്റർവെല്ലിലും അങ്ങനെ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. ഓക്കെ. അപ്പോൾ സ്പീഡ് ഈസ് യൂണിഫോം ഇഫ് ഇറ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഹൗവർ ദ സ്മോൾ ഇൻ്റർവെൽ ഇറ്റ് മേ ബി, ഓരോ സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈമിലും ഈക്വൽ ഡിസ്റ്റൻസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. ഓക്കെ. സെക്കൻഡ് വൺ, വാരിയബിൾ സ്പീഡ്. വാരിയബിൾ സ്പീഡ് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയാം. വാരിയബിൾ നോൺ യൂണിഫോം ആണ് എന്ന് വെച്ചാൽ സ്പീഡ് വാരിയബിൾ ആവണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരേപോലെ കിട്ടാൻ പാടില്ല, ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ കിട്ടാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ വേണമെന്ന് നോക്കിക്കോ. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ എക്സാമ്പിളിൽ ഇങ്ങനെയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതങ്ങ് മാറ്റിക്കളാം. ഫോർ എക്സാമ്പിൾ ഇത് 3 മീറ്റർ ആണെന്ന് വെച്ചോ. അപ്പോൾ 1 സെക്കൻഡിൽ 2 മീറ്റർ, പിന്നെ 1 സെക്കൻഡിൽ 3 മീറ്റർ, പിന്നെ 1 സെക്കൻഡിൽ ഒരു 5 മീറ്റർ ആയിക്കോട്ടെ. 5 മീറ്റർ, ഇത് 3 മീറ്റർ, ഇത് 1 സെക്കൻഡിൽ 2 മീറ്റർ ആയിക്കോട്ടെ. സ്പീഡ് കണ്ടോക്കൂ. സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ 2/1, ഇവിടെ 2 വരും, 2 മീറ്റർ പെർ സെക്കൻഡ് വരും. ഇവിടെ 3 ആണ്, 3/1 ഡിസ്റ്റൻസ് ബൈ ടൈം 3 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ 5 മീറ്റർ പെർ സെക്കൻഡ് വരും. അപ്പോൾ ഇതൊക്കെ ഒരേപോലെയാണോ? അല്ല, മാറ്റമുണ്ട്. വേരിയബിളാണ്, മാറുന്നുണ്ട് സ്പീഡ്. അപ്പോൾ സ്പീഡ് വേരിയബിളാണ്, അല്ലെ നോൺ യൂണിഫോമാണെന്ന് പറയാം. നേരത്തെ കിട്ടിയതുപോലെയല്ല, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പീഡ് വേരിയബിളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഇതൊക്കെ ഡിസ്റ്റൻസുകളല്ലേ? ഡിസ്റ്റൻസുകളാണ്. ഈ ഡിസ്റ്റൻസുകളൊക്കെ ഈക്വൽ അല്ല, അൺഈക്വൽ ഡിസ്റ്റൻസുകളാണ്. അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്താണ്? വേരിയബിൾ ആണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലും ഓരോ ചെറിയ ചെറിയ കഷ്ണത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം. എങ്ങനെ? അൺഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഈ ഡിസ്റ്റൻസുകൾ അൺഈക്വൽ ആവണം ഇൻ ഈക്വൽ ടൈം. ഈക്വൽ ടൈമിൽ ഡിസ്റ്റൻസുകൾ ഈക്വൽ ആവാൻ പാടില്ല, ഇത് അൺഈക്വൽ ആയിരിക്കണം. അപ്പോൾ എത്ര ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലും അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് നോൺ യൂണിഫോം ആയിരിക്കും, വേരിയബിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ സ്പീഡ് യൂണിഫോം ആണെന്ന് പറഞ്ഞു, ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. നോൺ യൂണിഫോം ആണെന്ന് പറഞ്ഞു, അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. എത്ര സ്മോൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റിയാലും അങ്ങനെ ആയിരിക്കണം. അൺഈക്വലും ഈക്വൽ ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസ്, ആ രൂപത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്താണ്? നോൺ യൂണിഫോം ആണ്, അല്ലെങ്കിൽ വേരിയബിൾ ആണ്. തേർഡ് വൺ, ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ്
ആൻഡ് ടോട്ടൽ ടൈമാണ്. റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ടു ദ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് v1 സ്പീഡിൽ v1 സ്പീഡാണ് v1 കൊടുത്തത്. v1 സ്പീഡിൽ s1 ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. അപ്പോൾ ഇറ്റ് ട്രാവൽസ് വിത്ത് സ്പീഡ് v1 എ ഡിസ്റ്റൻസ് s1 ഇൻ ടൈം t1. അപ്പോൾ t1 ടൈം കൊണ്ട് v1 സ്പീഡിൽ s1 ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. അങ്ങനെ പോയിന്റ് ബിയിലെത്തി. എഗെയിൻ ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് s2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. പക്ഷേ സ്പീഡ് മാറി എന്ന് വിചാരിച്ചു. ഇപ്പോൾ സ്പീഡ് v2 ആണ്. ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഇപ്പോൾ v2 ആണ് ഇൻ ടൈം t2. അപ്പോൾ ആദ്യം ഇങ്ങനെയാണ്, t1 ടൈമിൽ v1 സ്പീഡിൽ s1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. പിന്നെ സ്പീഡ് മാറി v2 ആയി, ഡിസ്റ്റൻസ് s2 ആയി ഇൻ ടൈം t2 ടൈമിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇക്വേഷൻ വൺ മോർ തിങ്, ഈ സംഭവം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകട്ടെ. സ്പീഡ് v3 ആയി, ഡിസ്റ്റൻസ് s3 ടൈം t3. ആ രൂപത്തിൽ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകട്ടെ, എത്ര വേണമെങ്കിലും എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണല്ലോ. ടോട്ടൽ ഡിസ്റ്റൻസ് ഒന്ന് പറയൂ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ s1 പ്ലസ് s1 ഡിസ്റ്റൻസുകൾ s1 s2 അതൊക്കെയല്ലേ ഡിസ്റ്റൻസുകൾ. അപ്പോൾ s1 പ്ലസ് s2 പ്ലസ് ഇനിയുണ്ടെങ്കിൽ s3 പ്ലസ് എറ്റ്സെട്രാ പ്ലസ് അങ്ങനെ ലാസ്റ്റത്തെ ഞാൻ sn എടുത്തു. sn അങ്ങനെ കുറേ ഉണ്ടെന്ന് വിചാരിച്ചോ, ഇങ്ങനത്തെ ഒരുപാട് സെക്ഷൻസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ t1 t2. അപ്പോൾ t1 പ്ലസ് t2 പ്ലസ് t3 പ്ലസ് എറ്റ്സെട്രാ പ്ലസ് tn ഇങ്ങനെ വിചാരിക്കും. ഇങ്ങനെയാണ് ഏവറേജ് സ്പീഡ് ഉള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങൾ ഇതിലാകെ ഇങ്ങനെയുള്ള 2 സെക്ഷൻ മാത്രം വിചാരിക്കൂ. ഈ 2 സെക്ഷൻ, ഈ സെക്ഷനും മാത്രം വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ s1 പ്ലസ് s2 ബൈ ബാക്കിയൊക്കെ ഒഴിവാക്കൂ. s1 പ്ലസ് s2 ബൈ t1 പ്ലസ് t2 മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഏവറേജ് സ്പീഡ് എന്തായി? ഏവറേജ് സ്പീഡ് ഈക്വൽ ടു s1 പ്ലസ് s2 ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം t1 പ്ലസ് t2. ആ രൂപത്തിലായി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി 1-2 സ്പെഷ്യൽ കേസുകളാണ്. ലെറ്റ് s1 ഈക്വൽ ടു s2 ഈക്വൽ ടു s വിചാരിക്കും. എന്നുവെച്ചാൽ ഈ s1 എന്നുള്ള ഡിസ്റ്റൻസും s2 എന്നുള്ള ഈ ഡിസ്റ്റൻസുകൾ മാത്രം s1 s2 എന്നുള്ള 2 ഡിസ്റ്റൻസുകൾ ഈക്വലായി. അപ്പോൾ s1ന് പകരം s കൊടുക്കാം, s2ന് പകരം s കൊടുക്കാം. അങ്ങനെ ഈ ഡിസ്റ്റൻസുകൾ ഈക്വലായി, ഡിസ്റ്റൻസ് രണ്ടും ഈക്വലായി എന്ന് വിചാരിക്കൂ. വേറൊന്നും ഈക്വൽ അല്ല, ഡിസ്റ്റൻസുകൾ മാത്രം ഈക്വൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏവറേജ് സ്പീഡ് എന്ത് കിട്ടും? ഡിസ്റ്റൻസുകൾ മാത്രം ഈക്വൽ ആയാൽ എന്ത് കിട്ടും? s1 പ്ലസ് s2 എന്നുള്ളത് എന്താവും? s പ്ലസ് s ആവും. ഡിവൈഡ് ബൈ ഇത് ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയി, s പ്ലസ് s ബൈ t1 പ്ലസ് t2 ആയി. അപ്പോൾ 2s ഡിവൈഡ് ബൈ t1 പ്ലസ് t2 ആയി. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്ന കാര്യം, ഇതിൽ നിന്ന് t1 t2 ഈ 2 കാര്യങ്ങളെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം
സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ? സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എങ്ങനെ വരും? സ്പീഡ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം എടുക്കുക. സ്പീഡ് ഇവിടെ v1 ആണ്. സ്പീഡ് v1. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് s1 ആണ്. ഇവിടുത്തെ കേസാണ് പറയുന്നത്. ഡിസ്റ്റൻസ് s1 ടൈം t1. അപ്പോൾ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം. സോ s1 ബൈ t1. അതേപോലെ നമ്മൾ ഇവിടെ എഴുതിയാലോ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ v2 ഈക്വൽ ടു ഇതേപോലെ എഴുതിയാൽ s2 ബൈ t2 അങ്ങനെ വരും. ഓക്കെ, ഈ രണ്ട് ടേമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റൂ. t1 ഈക്വൽ ടു s1 ബൈ v1 വരും. s1 ബൈ v1 ഇവിടെ അതുപോലെ ഇൻ്റർചേഞ്ച് ചെയ്താൽ t2 ഈക്വൽ ടു s2 ബൈ v2 വരും. t2 ഈക്വൽ s2 ബൈ v2 അതിവിടെ കൊടുക്കുക. t1നും t1ൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക, t2ൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ആവറേജ് സ്പീഡ് എന്തായി 2s ഡിവൈഡഡ് ബൈ t1. t1 ഈക്വൽ ടു s1 ബൈ v1. പക്ഷേ നമ്മളൊരു സ്പെഷ്യൽ കേസ് എടുത്തു വിടാം. s1ഉം s2ഉം ഈക്വൽ ആണ്. s1 s2 ഈക്വൽ ആണ്, ഈക്വൽ ടു s ആണ്. അപ്പോൾ s1ൻ്റെ സ്ഥാനത്ത് s, s2ൻ്റെ സ്ഥാനത്ത് s. അങ്ങനെ വരുമ്പോൾ ഇതെന്താവും? s1ന് പകരം s. അപ്പോൾ s ബൈ v1 ആയി, ഇത് s ബൈ v2 ആയി. കാരണം s ഈക്വലാണ്, ഡിസ്റ്റൻസ് ഈക്വലാണ് എന്നാണ് നമ്മൾ സങ്കല്പിച്ചത്. ഡിസ്റ്റൻസുകൾ ഈക്വലാണ്. അപ്പോൾ ഇത് t1ൻ്റെ സ്ഥാനത്ത് s ബൈ v1, s ബൈ v1 പ്ലസ് s ബൈ v2. അപ്പോൾ ഇതെന്തായി 2s ബൈ ഈ രണ്ട് ടേമിൽ നിന്ന് s പുറത്തെടുക്കും. ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. അങ്ങനെയാണ് ഇത് 1 ബൈ v1 പ്ലസ് 1 ബൈ v2 ആയി. ഓക്കെ, അപ്പോൾ s ക്യാൻസലായി. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതെന്താവും? എന്ത് കിട്ടും? 2 ഡിവൈഡ് ബൈ 1 ബൈ v1 പ്ലസ് 1 ബൈ v2 അല്ലേ? 1 ബൈ v1 പ്ലസ് 1 ബൈ v2. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അപ്പോൾ ഇതെന്ത് കിട്ടും? v2 പ്ലസ് v1 ഡിവൈഡഡ് ബൈ v2 പ്ലസ് v1 ഡിവൈഡ് ബൈ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, v1 v2 കിട്ടും. v2 പ്ലസ് v1 ഡിവൈഡ് ബൈ v1 v2. അപ്പോൾ ഇതെങ്ങനെ ചെയ്താൽ 2 ഇൻറ്റു v1 v2 ബൈ v1 പ്ലസ് v2 എന്ന് എഴുതാം. അപ്പോൾ ഏവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായി. ഏവറേജ് സ്പീഡ് ഈക്വൽ ടു 2v1. വെരി ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, ഓർമ്മിക്കുക. 2v1 v2 ബൈ v1 പ്ലസ് v2. ഇവിടെ v1 v2 എന്താണ്? v1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്പീഡ്, v2 രണ്ടാമത്തെ ഇവിടുത്തെ സ്പീഡ്. 2v1. ഇനി വേറൊരു കേസ് കൂടി ഓർമ്മിക്കുക. ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ശരിക്കും ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. പക്ഷേ ഈ ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കും? ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ s1ഉം s2 ഈക്വൽ ആയി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയിരിക്കണം. എത്ര ഡിസ്റ്റൻസുകൾ? 2 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ s1 s2 എന്നുള്ള ഈ 2 ഡിസ്റ്റൻസുകൾ മാത്രം ഈക്വൽ ആവുക. ഈ ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാലാണ് ഈ ഫോമുല ഉപയോഗിക്കുക. 2v1 v2 by v1 plus v2. It can be used only when the two distances are equal. രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആയാൽ ഈ ഫോമുല ഉപയോഗിക്കാം. ഇനി വേറെ കാര്യം, ഇപ്പോൾ 2 ഡിസ്റ്റൻസ് ഈക്വൽ ആകുന്ന കാര്യമല്ലേ നമ്മൾ പറഞ്ഞത്. 3 ഡിസ്റ്റൻസ് വരുന്നവരെ എന്ത് ചെയ്യും? 3 ഡിസ്റ്റൻസ് വരുമ്പോൾ ഈ ഫോമുല നോക്കൂ. 3 ഡിസ്റ്റൻസ് വരുമ്പോൾ എന്നല്ല, 3 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആകുമ്പോൾ. 3 ഡിസ്റ്റൻസ് s1 ഈക്വൽ s2 ഈക്വൽ s3, അങ്ങനെ 3 ഡിസ്റ്റൻസ് ഈക്വൽ ആകും. അപ്പോൾ ഈ ഫോമുല വരിക, ഈ 2 എന്നുള്ളടുത്ത് 3 വരും, ഇവിടെ 3 വരും. 3 ബൈ 1 ബൈ v1 പ്ലസ് 1 ബൈ v2 പ്ലസ് 1 ബൈ v3 അങ്ങനെ വരും. എപ്പോൾ 3 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ. അപ്പോൾ 4 എണ്ണം വന്നാലോ ഇവിടെ 4 വരും. 4 ബൈ 1 ബൈ v1 1 ബൈ v2 1 ബൈ v3 1 ബൈ v4 വരും. അപ്പോൾ n ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാലോ, n ഡിസ്റ്റൻസുകൾ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എന്ത് വരും? 10 ഉണ്ട്, ഇവിടെ 10 വരും, മേലെ 10, അടിയിൽ അങ്ങനത്തെ 10 ഡിനോമിനേറ്ററിൽ 10 ടേംസ് വരും. അപ്പോൾ n എണ്ണം വന്നാലോ ഇവിടെ എന്ത് വരും? n വരും. അപ്പോൾ n ഡിവൈഡഡ് ബൈ 1 ബൈ v1 പ്ലസ് 1 ബൈ v2 പ്ലസ് 1 ബൈ v3 പ്ലസ് എറ്റ്സെട്ര പ്ലസ് 1 ബൈ vn അങ്ങനെ വരും. എത്ര ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ? n ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ. മക്കളൊരു കാര്യം ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ വരിക 2 ഡിസ്റ്റൻസ് ഈക്വൽ ആകുന്നതും 3 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആകുന്നതാണ്.
അത് രണ്ടും ഓർത്ത് വെക്കുക. 2 ഡിസ്റ്റൻസ് ഈക്വൽ ആകുമ്പോൾ നമ്മൾ ഫോർമുല സോൾവ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ഫോർമുല കിട്ടി 2v1 v2 ബൈ v1 പ്ലസ് v2. ഓക്കെ, ഇനി 3 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ S1 ഈക്വൽ S2 ഈക്വൽ S3 ഈക്വൽ ടു S. കണ്ടോ, 3 ഡിസ്റ്റൻസുകൾ ഈക്വലായി. അപ്പോൾ ഓരോന്നും എസ്, ഇത് S1 വരെ എസ്, S2 വരെ എസ്, S3 വരെ എസ്, അങ്ങനെ 3 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇവിടെ 3 വരും, ഇവിടെ 3 വരും, ഡിനോമിനേറ്ററിൽ 3 ടേം വരും. പക്ഷെ അത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുക ഇങ്ങനെയാണ് 3v1 v2 v3 3v1 v2 v3 ഡിവൈഡഡ് ബൈ, അത് ഇതേപോലെ സോൾവ് ചെയ്തെടുക്കുക. ഈ സ്റ്റെപ്പ് നമ്മൾ ഇതിലേക്ക് മാറ്റിയല്ലോ, അതേപോലെ നമ്മൾ ഇവിടെ 3 വരും, ഡിനോമിനേറ്ററിൽ 3 ടേം വരും, അത് നമ്മൾ മാറ്റി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും 3v1 v2 v3 ഡിവൈഡ് ബൈ v1 v2 പ്ലസ് v2 v3 പ്ലസ് v1 v3 എന്ന് കിട്ടും. ആവറേജ് സ്പീഡ് ഇങ്ങനെ കിട്ടും. ഒന്നുമില്ല, 3v1 v2 v3 ഡിവൈഡ് ബൈ ഒന്ന് v1 v2 പിന്നെ v2 v3 പിന്നെ v1 v3 v2 v3 പിന്നെ v1 v3 അങ്ങനത്തെ ടേമുകൾ ഡിനോമിനേറ്ററിൽ വരും. ഇങ്ങനെയായിരിക്കും ആവറേജ് സ്പീഡ്. എപ്പോഴാണ് ഇത് ഉപയോഗിക്കുക? 3 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ. 3 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ. ഈ ഫോമിൽ എപ്പോൾ ഉപയോഗിക്കുക? 2 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ. അപ്പോൾ ഇത് S1 S2 ഈക്വൽ ആയാൽ, 2 ഡിസ്റ്റൻസ് ഈക്വൽ ആയാൽ, ഇത് 3 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ ആവറേജ് സ്പീഡ് കാണേണ്ട ഫോമുലയാണ്. കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഡിസ്റ്റൻസ് ഈക്വൽ ആകുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതേപോലെ ടൈം ഈക്വൽ ആയാൽ എന്ത് ചെയ്യും? അത് അടുത്ത ക്ലാസ്സിൽ എടുക്കുക. ഇപ്പോൾ സമയം കഴിഞ്ഞു. ഓക്കെ, ടൈം ഈക്വൽ ആയാൽ എങ്ങനെ? അപ്പോൾ ഇത് 2 ഡിസ്റ്റൻസ് ഈക്വൽ ആയാൽ, ഇത് 3 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ ആവറേജ് സ്പീഡ് കാണേണ്ട ഫോമുലയാണ്. ബൈ ഹാർട്ട് ആയിരിക്കണം. ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.